ഭേദമിന്നി. നമുക്കറിയാം ഇന്നലെ അദ്ദേഹത്തിന്റെ ആരോഗ്യം തീരെ മോശമാണ്. ഒരുപക്ഷെ അദ്ദേഹം മരണത്തോട് മല്ലടിക്കുന്നു എന്ന വിവരം വന്നപ്പോൾ തന്നെ CPM നേതാക്കൾ മാത്രമല്ല വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, അത് VM സുധീരൻ അടക്കമുള്ള നേതാക്കൾ, അങ്ങനെ എല്ലാവരും അദ്ദേഹത്തെ കാണാനെത്തിയത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ VS എന്ന പോരാളി ആ പോരാട്ട ഭൂമികയിലേക്ക്, എവിടെയാണോ VS എന്ന വിപ്ലവ നക്ഷത്രം ജനിച്ചു ഉയർന്നത് അവിടേക്ക് അദ്ദേഹം മടങ്ങുകയാണ്. പുന്നപ്രയുടെ രക്ത മണ്ണിലേക്ക് VS മടങ്ങുകയാണ്. പുന്നപ്ര സമര നായകനാണ് VS. പുന്നപ്ര സമരത്തിൽ രക്ഷപ്പെട്ട അപൂർവം ചില നേതാക്കളാണ് VS. അത്രയധികം സഹനങ്ങൾ നേരിട്ട VS പുന്നപ്രയുടെ മണ്ണിലേക്ക് മടങ്ങുകയാണ്. ഏതൊരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെയും സ്വപ്നമാണ് വലിയ ചുടുകാട്ടിൽ അന്ത്യവിശ്രമം. ആ വലിയ ചുടുകാട്ടിൻ്റെ രക്തസാക്ഷി കുടീരത്തിലേക്ക് VS മടങ്ങുകയാണ്. അവിടെയാകും VSന് അന്ത്യവിശ്രമം. ഏതാനും നിമിഷങ്ങൾക്കകം ദർബാർ ഹാളിൽ നിന്ന് VSന്റെ മൃതദേഹം പുറത്തേക്ക് എത്തിക്കും. ഇവിടെ നിന്ന് വിലാപയാത്രയായി ഒരുപക്ഷെ കേരളം ഇതുവരെ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ, ഏറ്റവും ജനങ്ങൾ തിങ്ങി നിറഞ്ഞ ഒരു വിലാപയാത്ര ഇത് മാറിയാലും അത്ഭുതപ്പെടാനില്ല. അത്രയധികം ജനഹൃദയങ്ങളിലാണ് VSന്റെ സ്ഥാനം. VSന്റെ സ്ഥാനം ജനഹൃദയങ്ങൾ അത്രയും ആഴ്ന്നിറങ്ങിയ നേതാവാണ് VS അച്യുതാനന്ദൻ. ആ VS ആണ് കേരളത്തോട്, രാഷ്ട്രീയ കേരളത്തോട്, ഭൂമിയോട് വിട പറയുന്നത്. VSനെ പലതരത്തിലും വിശേഷിപ്പിക്കുന്ന ആളുകളുണ്ട്. പരാജയം ഭക്ഷിച്ചു ജീവിച്ച മനുഷ്യനെന്ന് വിശേഷിപ്പിച്ചത് MN വിജയനാണ്. VSന്റെ എക്കാലത്തെയും വലിയ ആരാധകർ ഒരാൾ കൂടിയായിരുന്നു MN വിജയൻ. അങ്ങനെ VS വിശേഷിപ്പിക്കുമ്പോൾ പരാജയം ഭക്ഷിച്ചു ജീവിച്ച VS, ആ മനുഷ്യൻ പരാജയം ഒരിക്കലും തിരിച്ചടിയായി കണ്ടിട്ടില്ല. പരാജയത്തിൽ നിന്ന്, വീഴ്ചകളിൽ നിന്ന് ഒരു ഉയർച്ചയുണ്ട്. ആ ഉയർച്ചയായിരുന്നു VSന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ആ ഉയർച്ചയിലേക്കാണ് VS എക്കാലവും മുന്നോട്ട് പോയത്. ഓരോ വീഴ്ചകളിൽ നിന്നും ഒരു കയറ്റമുണ്ട്, ഓരോ ഇറക്കത്തിൽ നിന്നും ഒരു കയറ്റമുണ്ട്. ആ കയറ്റമാണ് VS സ്വപ്നം കണ്ടത്. അദ്ദേഹത്തിന് Marxist Party Zindabad.